സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരിഹസിച്ചെന്ന വാർത്തകൾ തള്ളി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ പരാമർശം സമസ്തയ്ക്കെതിരായി മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു. പാണക്കാട് തങ്ങൾ അനുഗ്രഹിച്ച സ്ഥാനാർത്ഥി ജയിച്ചു, വേറെ ചിലർ അനുഗ്രഹിച്ച സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു, ആർക്കൊപ്പമാണ് മുസ്ലിം സമുദായമെന്ന് ബോധ്യപ്പെട്ടു എന്നുമായിരുന്നു PMS സലാമിന്റെ പരാമർശവും വിശദീകരണവും നമുക്കൊന്ന് കേട്ടുവരാം. ഏത് വർഗീയ പ്രചരണങ്ങൾ നടത്തിയാലും കേരള സമൂഹം ഒരു കാലത്തും വർഗീയതയെ അംഗീകരിക്കില്ല എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. കേരളത്തിൻ്റെ പുണ്യഭൂമിയിലേക്ക് വർഗീയതയുടെ അംശങ്ങൾ കടന്നു വരാതിരിക്കാൻ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചത് ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായം. ആ മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകുന്നത് മുസ്ലിം ലീഗാണ് എന്നതുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട പാലക്കാട്ടിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചത് പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ ഞാൻ ഒളിയമ്പ് ചെയ്തു ആക്രമിച്ചു എന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രചാരവേല സത്യത്തിൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ അപമാനിക്കാനാണ്. ഞാൻ പറഞ്ഞത് പാലക്കാട് ജയിച്ച സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹിച്ചു. മറ്റൊരു പാർട്ടിയിൽ നിന്ന് കടന്നു വന്ന LDF സ്ഥാനാർത്ഥിയെ വേറൊരാളാണ് അനുഗ്രഹിച്ചത്. അതുകൊണ്ട് അയാൾ 3-ാം സ്ഥാനത്ത് പോയി. വ്യക്തമായും ന്യായമായും ഞാൻ ഉദ്ദേശിച്ച ആരെയാണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അദ്ദേഹം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് 3-ാം സ്ഥാനത്ത് പോയത്. വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS രഞ്ജിത്ത്, ഇപ്പോൾ വിശദീകരണവുമായി PMS സലാം രംഗത്തെത്തിയത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ താൻ വിമർശിച്ചു എന്ന തരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കേട്ടിട്ടാവാം. പക്ഷേ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുമ്പോൾ, ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേൾക്കുമ്പോൾ അതിൽ പിണറായി വിജയനെ കുറിച്ചല്ല പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് തോന്നുക. പക്ഷേ ഈ വിശദീകരണം വന്നതോടുകൂടി നമുക്ക് അങ്ങനെ ഇനി വിശ്വസിക്കാമെന്ന മട്ടിലാണ്. പക്ഷേ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിമർശിച്ചു എന്ന മട്ടിലുള്ള വാർത്ത പ്രചരിച്ചാലുണ്ടാവുന്ന അപകടം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ PMS സലാം പറഞ്ഞിട്ടുണ്ടാവുക. മാത്രവുമല്ല, പിണറായി വിജയൻ അനുഗ്രഹിച്ചു എന്ന തരത്തിൽ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാമായിരുന്നു അല്ലേ VS രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, ഈ PMS സലാമിൻ്റെ ഖത്തറിൽ വെച്ചിട്ടുള്ള ഒരു വിജയാഘോഷത്തിനിടെ അദ്ദേഹം സംസാരിക്കുന്ന ഒരു പ്രതികരണമാണ് ഒരു വാട്സപ്പ് ക്ലിപ്പായി പ്രചരിപ്പിക്കപ്പെട്ടത്. അതിൽ പറയുന്ന 1-2 ഡയലോഗുകൾ പരിശോധിച്ചാൽ നമുക്ക് ആരെക്കുറിച്ചാണെന്ന സൂചന കിട്ടും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് കേരളത്തിലെ മുസ്ലിം സമൂഹമാണ് ഇവിടുത്തെ മതേതരത്വത്തിനു വേണ്ടി ഏറ്റവും വലിയ സംഭാവന ചെയ്തിട്ടുള്ളത്. ആ മുസ്ലിം സമൂഹത്തിൻ്റെ നേതൃത്വം ലീഗിനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലീഗിനാണ് എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ നേതൃത്വം അവകാശപ്പെടുന്ന മറ്റൊരു പ്രസ്ഥാനം സമസ്തയാണ്. അപ്പോൾ സമസ്തയ്ക്കല്ല എന്നൊരർത്ഥം കൂടി അവിടെയുണ്ട്. അങ്ങനെ അർത്ഥം വരുന്ന 2 വാചകങ്ങൾ പറഞ്ഞ ശേഷം പിന്നീട് PMS സലാം പറയുന്നത് ഈ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൈവച്ച് അനുഗ്രഹിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു, മറ്റൊരാൾ അനുഗ്രഹിച്ച സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ മുസ്ലിം സമുദായത്തിൻ്റെ അനുഗ്രഹം പാണക്കാട് തങ്ങൾ വഴി രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ മറ്റേ ആൾ ഒരിക്കലും പിണറായി വിജയനാവാൻ തരമില്ല. കാരണം മുസ്ലിം സമൂഹത്തിൻ്റെ അനുഗ്രഹം കൊടുക്കാൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെപ്പോലെ പറ്റുന്നത് മറ്റൊരു തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കാണ്. അത് ഒരിക്കലും പിണറായി വിജയനല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ഇത് സമസ്തയിലെ നേതാക്കന്മാർ തന്നെ ഇതിനെതിരെ രംഗത്തെത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും PMS സലാമിന് തിരുത്തേണ്ടി വരികയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ പറഞ്ഞത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെക്കുറിച്ചല്ല, പിണറായി വിജയൻ അനുഗ്രഹിച്ച സ്ഥാനാർത്ഥി എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ പിണറായി വിജയൻ അനുഗ്രഹിച്ചാൽ അതെങ്ങനെയാണ് മുസ്ലിം സമുദായത്തിൻ്റെ അനുഗ്രഹമായി മാറുക എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു. പക്ഷേ പറഞ്ഞയാൾ തിരുത്തി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ അർത്ഥം അതാണ് എന്ന് വിശ്വസിക്കുക മാത്രമേ തരമുള്ളൂ. പക്ഷെ പറയുന്നതിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചാണ് സ്വാഭാവികമായിട്ടും അത് വാർത്തയായി മാറുന്നത്. സമസ്തയ്ക്കകത്ത് പാണക്കാട് സാദിഖ്
സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പാണ്ഡിത്യത്തെക്കുറിച്ചും അദ്ദേഹം മഹല്ലുകളുടെ കാസിയാവുന്നതിനെക്കുറിച്ചും അദ്ദേഹം മുസ്ലിം സമുദായത്തിൻ്റെ നേതാവാവുന്നതിനെക്കുറിച്ചുമൊക്കെ ചർച്ചകൾ നടക്കുകയും ഉമർ ഫൈസി മുക്കത്തെ പോലുള്ളവർ പരസ്യമായി വിമർശനങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സരിൻ പോയി കാണുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ PMS സലാം ആർക്കെതിരെയാണ് പറഞ്ഞതെന്ന് വ്യക്തമാണ്. പക്ഷെ അദ്ദേഹം ഈ ഘട്ടത്തിൽ അത് തിരുത്തുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് താൻ പറഞ്ഞതെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, VS സജിത്താണ് ചേർന്നത്. തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിലെ തങ്ങൾമാർ അനുഗ്രഹിച്ചു എന്ന മട്ടിലുള്ളൊരു വ്യാഖ്യാനം നടത്തുമ്പോൾ, എന്നൊരു പ്രതികരണം നടത്തുമ്പോൾ അതിൽ പിണറായി വിജയൻ ഉൾപ്പെടാനുള്ള സാധ്യതയില്ലല്ലോ. പക്ഷേ PMS സലാം അതിൻ്റെ അപകട സാധ്യത വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇനി അതൊരു വിവാദമാവണ്ട എന്ന് കരുതി അദ്ദേഹം ഖത്തറിൽ നിന്ന് തന്നെ മറ്റൊരു വാട്സപ്പ് വീഡിയോയിലൂടെ ആ നിലപാട് കുറച്ചുകൂടി വ്യക്തമാക്കുകയായിരുന്നു. താൻ ഉദ്ദേശിച്ചത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയല്ല, പിണറായി വിജയനാണ്. പക്ഷേ പിണറായി വിജയൻ എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിന് അനുഗ്രഹം കൊടുക്കുക? ഇതാവും അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് അത് വിട്ടു. അപ്പോൾ VS രഞ്ജിത്താണ് നമുക്കൊപ്പം ചേർന്നത്.